നമസ്കാരം, എല്ലാവർക്കും സ്വയംവരം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രാജീവൻ ജയോട് പറയുന്നുണ്ട്, രാഖിയുടെ അഭിനയമാണേലും കൊള്ളാം, യാഥാർത്ഥ്യമാണേലും കൊള്ളാം, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല സമാധാനമുണ്ട്, ഞങ്ങളുടെ കുടുംബ ബന്ധമാണ് ഇപ്പോൾ കൂടുതൽ ദൃഢമായെന്ന് പറയുന്നു. ഇതൊക്കെ അവിടെ നാടകമാണെന്നും നീ മര്യാദയ്ക്ക് ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ നോക്കുന്നു, നിൻ്റെ വീട് മാറ്റമൊക്കെ എന്തായെന്ന് ചോദിക്കുന്നു. അതങ്ങനെ പെട്ടെന്ന് മാറാനൊന്നും സാധിക്കത്തില്ലല്ലോ ചേച്ചി എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അങ്ങനെയല്ലോ നീ ഇത്രയും നാളും പറഞ്ഞിരുന്നത്, ഇപ്പം എന്താടാ നിനക്കൊരു പുതുമ വന്നിരിക്കുന്നത്? നീയും രാഖിയും തമ്മിലുള്ള ബന്ധം വേർപെടുത്താനായിട്ട് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ തമ്മിൽ ബന്ധം വേർപിരിഞ്ഞേ മതിയാവത്തുള്ളൂ, ഇല്ലെങ്കിൽ എന്നെ മോഹനേട്ടനെ നീ മറന്നേക്ക്, എനിക്കിങ്ങനെ ഒരു അനിയനില്ലെന്ന് ഞാൻ കരുതിക്കൊള്ളാം എന്ന് പറഞ്ഞ് ജയ ഇറങ്ങുന്നു. പിന്നീട് രാഖി പറയുന്നുണ്ട് കേട്ടോ ജയടുക്ക്, ചേച്ചിയുടെ സംശയമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ എനിക്ക് രാജീവേട്ടനെ വേണം, എനിക്ക് രാജീവേട്ടനെ പിരിയാനായിട്ട് ഇനി സാധിക്കത്തില്ല. ഞങ്ങൾ രണ്ടുപേരും കുട്ടികളുമായിട്ട് ഞങ്ങളുടെ പഴയ കുടുംബ ബന്ധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നു. ഞങ്ങളുടെ ജീവിതം തകർക്കല്ലെന്നും പറയും. അപ്പോൾ ജയ പറയുന്നു, നിൻ്റെ ജീവിതം നീ തന്നെയല്ലേ ഇടി തകർത്തത്, ഞാനായിട്ട് പ്രത്യേകിച്ച് ഇനി ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ, നീ നശിച്ച് നാറാണക്കല്ല് എടുക്കാനായിട്ട് പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയാട്ടോ ചെയ്യുന്നത്. ഞാൻ എൻ്റെ അനിയൻ്റെ കാര്യത്തിൽ ഇടപെടാനാണ് വന്നതെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ രാജീവൻ പറയുന്നുണ്ട്, രാഖിയെ കരയിപ്പിക്കില്ലേ ചേച്ചി എന്ന് പറഞ്ഞു, നീ ഇവിടെ നാടകത്തിൽ വീഴാതിരുന്നാൽ നിനക്ക് കൊള്ളാം, എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ എന്നും പറഞ്ഞിട്ട് ജയ പോകുന്നു. പിന്നീട് രാജീവൻ പറയുന്നുണ്ട്, ചേച്ചിയെ കുറ്റം പറയാനൊന്നും സാധിക്കത്തില്ല രാഖി, അങ്ങനെ ആയിരുന്നല്ലോ നമ്മുടെ ജീവിതം ഇത്രയും നാളും വരെ, അതെല്ലാം കണ്ട ആളല്ലേ ചേച്ചി, അതുകൊണ്ടല്ലേ ചേച്ചി ഇങ്ങനെ പറയുന്നതെന്ന് പറയുന്നു. ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷേ എൻ്റെ സ്നേഹം അഭിനയമാണെന്ന് രാജീവേട്ടന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ രാജീവൻ മിണ്ടുന്നില്ല കേട്ടോ. അല്ല, രാജീവേട്ടൻ അങ്ങനെ തോന്നുമെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ രാജീവേട്ടൻ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതം എന്താണെന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്ന രാഖി. അപ്പോൾ ഉടനെ രാജീവൻ രാഖിയുടെ തോളിൽ കൈവച്ചിട്ട് പറയുന്നുണ്ട്, ഈ കണ്ണീരും നിൻ്റെ സ്നേഹവുമെല്ലാം യാഥാർത്ഥ്യമാണെന്ന് എനിക്കറിയാം, ഞാൻ അതിലെല്ലാം വിശ്വാസം കണ്ടെത്തുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഉടനെ തന്നെ രാജീവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ രാജീവനെ ചേർത്ത് നിർത്തുന്നുണ്ട്. എന്നോട് എല്ലാത്തിനും ക്ഷമിക്കണമെന്ന് വീണ്ടും പറയാട്ടോ ചെയ്യുന്നത്. ഇനി നമുക്ക് സന്തോഷകരമായിട്ട് ജീവിക്കണമെന്നും പറയുന്നു. കുട്ടികൾക്കും വലിയ സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ അമ്മിണിയമ്മ അങ്ങോട്ട് വരിക കേട്ടോ ചെയ്യുന്നത്. കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന കാഴ്ച കാണുമ്പോൾ കണ്ണും മൂടുക കേട്ടോ ചെയ്യുന്നത്. അമ്മിണിയമ്മ അപ്പോൾ രാജീവൻ ഇങ്ങനെ ഒരു നോട്ട് വിടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രാഖിയോട് പറയുന്നുണ്ട്, രാഖി ഈ അമ്മിണിയമ്മയൊന്ന് സൂക്ഷിച്ചോണം, നമ്മൾ തമ്മിൽ ഒന്നിച്ചു പോകുന്നത് ഒട്ടും താല്പര്യമില്ലാത്ത ആളാണ് അമ്മിണിയമ്മ എന്ന് പറഞ്ഞു. അങ്ങനെ പറയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മിണിയമ്മ അങ്ങോട്ടേക്ക് വരിക കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളെ തെറ്റിക്കാനായിട്ട് അമ്മിണിയമ്മ വീണ്ടും നോക്കുമെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. സാറേ അങ്ങനെയൊന്നും പറയല്ലേ, സ്നേഹമാണ് അഖിലസാരം ഊഴി എന്നിങ്ങനെ പറയുക കേട്ടോ ചെയ്യുന്നത്. അയ്യോ അങ്ങനെയല്ല അമ്മിണിയമ്മ, സ്നേഹമാണ് അഖിലസാരം ഊഴി എന്നാണ്. അപ്പോൾ ഉടനെ തന്നെ രാഖിയും കുട്ടികളും എല്ലാവരും ചിരിക്കുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ സന്തോഷം വീണ്ടും അവിടെ അലതല്ല കേട്ടോ ചെയ്യുന്നത്. പിന്നീട് കുട്ടികളെല്ലാവരും കെട്ടിപ്പിടിക്കുന്നുണ്ട്, അച്ഛനെയും അമ്മയൊക്കെ കെട്ടിപ്പിടിച്ച് അങ്ങ് ചിരിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ ചെയ്യുന്നത്. ഒരു ദുരന്തത്തിലേക്കാണ് കേട്ടോ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. രാഖിക്ക് ഇനി അധിക നാൾ ആയുസില്ല എന്നുള്ളതാണ് കേട്ടോ പറയാനായിട്ട് ഇനി പോകുന്നത്. പിന്നീട് രാജേന്ദ്രൻ്റെ അടുക്ക രഹസ്യങ്ങൾ കൈമാറാനായിട്ട് അമ്മിണിയമ്മ വരുന്നു. സാറേ ഇനി ആ കുടുംബം കലക്കാനായിട്ട് എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, സാറ് തരുന്ന ഈ പിച്ച പൈസ കൊണ്ടൊന്നും ഞാൻ നടക്കുമെന്ന് തോന്നുന്നില്ല, ഇനി ഏഷണി കൂട്ടാൻ എന്നെ കിട്ടത്തില്ലെന്ന് പറഞ്ഞു. നിങ്ങളെന്താണോ ഇങ്ങനെയൊക്കെ പറയുന്നത്, നിങ്ങളുടെ എന്താ തലയ്ക്ക് എന്താ ഭ്രാന്ത് പിടിച്ചു, സാധാരണ കാണുന്ന സ്ഥലത്ത് വെച്ച് കണ്ടാൽ മതിയായിരുന്നല്ലോ, പിന്നെന്തിനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞതെന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. സാറേ അവിടെ എല്ലാം പറഞ്ഞ് കോംപ്ലിമെൻ്റ് ആക്കി, എന്തെന്ന് കോംപ്ലിമെൻ്റ് ആക്കി എന്ന് പറയുന്നതെന്ന് ചോദിക്കുക രാജേന്ദ്രൻ. രാഖി കുഞ്ഞും രാജീവൻ സാറും തമ്മിലുള്ള എല്ലാ പ്രശ്നവും തീർന്നു, ഇപ്പം അവർ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണ്, കെട്ടിപ്പിടുത്തവും ഉമ്മവയ്ക്കലും ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സാറ് വിചാരിച്ച പോലെ ഇനി കാര്യങ്ങളൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല, ഇനി അവരെ തമ്മിൽ പിരിക്കാനൊന്നും സാധിക്കത്തില്ല എന്ന് പറയട്ടോ ചെയ്യുന്നത്. നിങ്ങൾ സത്യം തന്നെയാണോ പെണ്ണുപിള്ളെ പറയുന്നതെന്ന് രാജേന്ദ്രൻ ചോദിക്കും. ഞാൻ എന്തിനാ സാറേ കള്ളം പറയുന്നത്, ഞാൻ പറയുന്നത് സത്യം തന്നെയാണെന്ന് പറയുന്നു. പിന്നെ എന്താ അവർക്കിടയിൽ ഉണ്ടായെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, എന്താ അത്ഭുതം സംഭവിച്ചതെന്നും അറിഞ്ഞൂടാ, പക്ഷേ ഭാര്യയും ഭർത്താവും ഇപ്പോൾ ഭയങ്കര ലോഹ്യത്തില്ല, ഇനി അവർ ഒരു തരത്തിലും പിരിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി രാജേന്ദ്രൻ രാഖിയുടെ അടുക്കിലേക്ക് ഓടി വരികയാട്ടോ ചെയ്യുന്നത്. ആ കൊച്ചേട്ടൻ വന്നായിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ഞാൻ വന്നിട്ട് 40-45 വർഷമായിട്ട് ഇവിടെ എന്താ നടക്കുന്നത്, നീയും രാജീവനും സമരസപ്പെട്ടു എന്ന് പറയുന്നത് കേട്ടല്ലോ, ഞാൻ അറിഞ്ഞ സത്യമാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ തന്നെ രാഖി പറയുന്നുണ്ട്, വാശിയും വൈരാഗ്യം വെച്ചിട്ട് എന്തിനാ കൊച്ചേട്ട, സന്തോഷമാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനമെന്ന് എനിക്ക് മനസ്സിലായതും ഇനി രാജീവേട്ടനുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നതെന്നും പറയും. ഓഹോ നീ എന്നെയൊക്കെ അങ്ങ് വിഡ്ഢിയാക്കിയിട്ട് നീ ഇപ്പോൾ അവൻ്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് പോകുന്നതേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് രണ്ടുപേരും കൂടെ പേർ പിരിഞ്ഞോണം, ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറുമെന്ന് പറയട്ടോ ചെയ്യുന്നത്. അപ്പോൾ രാഖി പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ സന്തോഷമാണ് കൊച്ചേട്ടനെ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങളെ തമ്മിൽ ഒന്നിച്ച് ജീവിക്കാനായിട്ട് സമ്മതിക്കണം, ഞങ്ങൾ സന്തോഷമായിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഇപ്പോൾ ഇത്രയും നാൾ ഞാൻ രാജീവേട്ടനെ സംശയിക്കുകയും അതുപോലെ തന്നെ രാജീവേട്ടനെ തള്ളിപ്പറയുകയും ചെയ്തപ്പോഴത്തേക്കും എനിക്ക് എന്തൊരു സ്വസ്ഥതക്കേടായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് എന്ത് സമാധാനമോ കിട്ടുന്നതെന്ന് അറിയാമോ കൊച്ചേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ രാജീവൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, രാജേന്ദ്രൻ്റെ വണ്ടി അവിടെ കാണുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ ശാരി കഴിഞ്ഞ് തിരിച്ചു വരില്ല, നിന്നോട് ആരാ പറഞ്ഞത്, അവളൊരു കുഞ്ഞുമായിട്ട് നേരെ ഇങ്ങോട്ട് കയറി വരും, അപ്പം നീ എന്ത് ചെയ്യും, അപ്പം നിന്നെ അവൻ തള്ളിപ്പറയും, ഇതൊക്കെ അവൻ്റെ നാടകമാണെന്ന് രാജേന്ദ്രൻ
തരം കുത്തിത്തിരിപ്പുണ്ടാകും. ശാരിക വരുമ്പോഴല്ലേ അതെപ്പോഴാണ് അപ്പം ആലോചിക്കാമെന്ന് രാഗി പറയാട്ടോ ചെയ്യുന്നത്. ഇപ്പം എന്തായാലും ഞാനും രാജീവേട്ടനും കൂടെ ഒത്തുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും പറയുന്നു. ഇനി കൊച്ചേട്ടനായിട്ട് ഞങ്ങളുടെ ജീവിതം തകർക്കലെന്നും രാഗി തുറന്നടിക്കുകട്ടോ ചെയ്യുന്നത്. ഇത് കേട്ടുകൊണ്ട് രാജീവന് നിൽക്കുന്നുണ്ട്. രാജീവൻ അത് കേൾക്കുമ്പോഴത്തേക്കും സന്തോഷമാവുന്നുണ്ട് കേട്ടോ. രാജേന്ദ്രൻ പഠിച്ച പണി 18 നോക്കുന്നുണ്ട് രാഗിയെയും രാജീവനെയും പിരിക്കുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. പക്ഷേ രാജേന്ദ്രൻ്റെ ആ പണിയൊന്നും രാഗിയുടെ അടുക്ക് നടക്കുന്നില്ല. രാഗി എല്ലാം ക്ഷമിക്കാനും സഹിക്കാനും പഠിച്ചു വന്നു. ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും എന്തൊരു സമാധാനവും സ്വസ്ഥതയും സന്തോഷമാണ് കിട്ടുന്നതെന്ന് അറിയാമോ എന്നൊക്കെ ചോദിക്കാട്ടോ ചെയ്യുന്നത്. നിൻ്റെ വേദാന്തമൊന്നും എനിക്ക് കേൾക്കണ്ട എന്ന് രാജേന്ദ്രൻ പറയാട്ടോ ചെയ്യുന്നത്. എന്തായാലും ഞാൻ എടുത്ത ഈ തീരുമാനത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും പിന്നോട്ട് പോകത്തില്ലെന്നും എനിക്ക് രാജീവേട്ടൻ്റെ കൂടെ ജീവിക്കണമെന്നും രാഗി മുഖത്തടിക്കുന്ന പോലെ തന്നെ രാജേന്ദ്രനോട് പറയുന്നു. അപ്പോഴേക്കും രാജീവൻ അങ്ങോട്ടേക്ക് വരിക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് രാഗിയെടുക്ക് കൂടുതൽ സ്നേഹം കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാഗി ചോദിക്കുന്നുണ്ട്, രാജീവേട്ടൻ വന്നായിരുന്നു ചോദിക്കുന്നു. ആ വന്നു മോളെ, ഞാനൊരു കാര്യം ആലോചിക്കാം, നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? ഒരു സിനിമയ്ക്ക് പോകണമെന്ന് ഞാനും വിചാരിച്ചതാ രാജീവേട്ടാന്ന് രാഗിയും പറയുന്നു. എന്നാൽ പിന്നെ നമുക്കൊരു സിനിമയ്ക്ക് പോകാം, കുട്ടികളെയും കൂട്ടി. എൻ്റെ മോള് സന്തോഷമായിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ബാഗൊക്കെ അങ്ങോട്ട് കൊണ്ടുവച്ച് ചേട്ടനൊരു ചായ എടുത്തിട്ട് വാന്ന് പറയുന്നു. അപ്പോൾ ഉടനെ തന്നെ രാജേന്ദ്രൻ്റെ അടുക്ക രാഗി പറഞ്ഞു, ഞാൻ കൊച്ചേട്ടന് ചായ എടുക്കാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നു. അപ്പോൾ ഉടനെ രാജീവൻ്റെ മട്ടുമാതിരിയൊക്കെ മാറുന്നു. എടോ രാജേന്ദ്രൻ പിള്ളേ, താൻ ഇപ്പോൾ ജോലിക്കൊന്നും പോകുന്നില്ലേടോ? തൻ്റെ ജോലി ഇപ്പോൾ ഏഷണിയും പരദൂഷവും തമ്മിത്തല്ലിക്കലുമാണോ, കുടുംബം കലക്കലാണോ? അതിനാണോ തനിക്ക് സർക്കാർ ശമ്പളം തരുന്നതെന്ന് ചോദിക്കാട്ടോ ചെയ്തത്. നീ അധികം നെകളിക്കേണ്ടടാ രാജീവ, നീ അവളും കൂടെ ഒരുമിച്ച് സുഖമായിട്ട് ജീവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അയ്യോടാ, എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഒരുത്തൻ്റെയും വെല്ലുവിളി എനിക്ക് കേൾക്കത്തില്ല. പിന്നെ വേറൊരുത്തനുണ്ടായിരുന്നല്ലോ, ദാവൂദ് ഇബ്രാഹിമോ, അവൻ പോലും വന്നാൽ പോലും എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എല്ലാത്തിനെയും പൊളിച്ചടുക്കുമടോ എന്നിങ്ങനെ തുറന്നടിക്കാട്ടോ രാജീവൻ രാജേന്ദ്രൻ്റെ മുഖത്തേക്ക്. അപ്പം രാജേന്ദ്രൻ അയ്യോ കഷ്ടം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. കഷ്ടമാണോ എന്താണെന്ന് കാണിച്ച് തരാമടോ, ഇപ്പം ഞങ്ങൾ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. തനിക്ക് എങ്ങനെയാണ് കുടുംബജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നത് കാണണമെന്നുണ്ടെങ്കിൽ താൻ ഇവിടെ നിന്ന് കാണുമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. പിന്നീട് ഇവിടെ രാഖിയും രാജീവനും കുട്ടികളും എല്ലാം കൂടെ പാർക്കിൽ വന്നിരുന്ന് കളിക്കുകയും അതുപോലത്തെ കാര്യങ്ങളൊക്കെ സന്തോഷകരമായിട്ട് പങ്കിട്ടുകൊണ്ടിരിക്കട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ രാജീവൻ പറയുന്നുണ്ട്, ഇപ്പോൾ ഇത്രയും നാൾ നടന്ന കാര്യങ്ങളെല്ലാം ഒരു ദുസ്വപ്നമായിട്ട് നമുക്കങ്ങ് മറക്കാമെന്ന് പറയാട്ടോ ചെയ്യുന്നത് രാജീവൻ. അപ്പോൾ ഉടനെ തന്നെ രാഖിയും പറയുന്നുണ്ട്, ശരി തന്നെയാണ്, ഇപ്പം നമ്മുടെ ബന്ധത്തിൽ കൂടുതൽ ദൃഢമായി എന്ന് പറയാട്ടോ ചെയ്യുന്നത്. പഴയ കാര്യങ്ങളൊന്നും ഇനി ഓർക്കേണ്ട ആവശ്യമില്ല എന്ന് രാജീവൻ പറയുന്നു. എന്തായാലും നമ്മളിപ്പോൾ എല്ലാ രീതിയിലും സന്തോഷകരമായിട്ടല്ലേ ജീവിക്കുന്നത് എന്നൊക്കെ പറയുന്നതുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് രാഖിക്ക് പെട്ടെന്നൊരു തലകറക്കം വരികട്ടോ ചെയ്യുന്നത്. അപ്പോൾ രാജീവൻ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി രാഖി, എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അല്ലേ, തല കറങ്ങുന്നത് പോകുന്നതിൽ തോന്നുന്നു രാജീവേട്ട, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോയാലോ എന്ന് പറഞ്ഞു. ശരി പോകാമെന്ന് പറയുന്നു. അങ്ങനെ രാഖിയെ താങ്ങി എടുത്തുകൊണ്ട് രാജീവൻ കാറിൽ ഫ്രണ്ട് സീറ്റിലൊക്കെ ഇരുത്തി പോവുകട്ടോ ചെയ്യുന്നത്. ഇത് കാണുന്ന ശ്രീജയുടെ നെഞ്ച് തകരുകട്ടോ ചെയ്യുന്നത്. ആ കാഴ്ച ശ്രീജയ്ക്ക് കണ്ടു നിൽക്കാൻ പോലും സാധിക്കുന്നില്ല കേട്ടോ. രാജീവൻ രാഖിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന കാഴ്ച ശ്രീജ നിന്നങ്ങ് പൊട്ടിക്കരയാണ് ചെയ്യുന്നത്. തനിക്കിനി രാജീവേട്ടനെ ഒരിക്കൽ എന്ന സത്യം ശ്രീജ മനസ്സിലാക്കുന്നു. അങ്ങനെ നെഞ്ചും പൊട്ടി ശ്രീജ ഇങ്ങനെ ആ കാഴ്ചയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നീട് വീട്ടിൽ വന്ന് ശ്രീജ നിന്നങ്ങ് കരയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ജയ ചോദിക്കുന്നത്, എന്ത് പറ്റി, എന്തിനാണ് നീ ഇങ്ങനെ കരയെന്ന് ചോദിക്കുന്നു. ചേച്ചി, എന്തിനായിരുന്നു വെറുതെ രാജീവേട്ടനെ കുറിച്ചുള്ള മോഹങ്ങൾ എൻ്റെ മനസ്സിൽ നിറച്ചത്? എനിക്ക് ഇപ്പോൾ അതൊന്നും സഹിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഞാൻ ഇന്നൊരു കാഴ്ച കണ്ടു, രാഖിയും രാജീവേട്ടനും കൂടെ ഒരുമിച്ച് പോകുന്നു. ഇനി ഒരിക്കലും രാജീവേട്ടനെ എനിക്ക് കിട്ടില്ല എന്ന് പറയും. എടി നീ എന്തൊരു പൊട്ടിയാടി, അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന്. രാഖിയുടെ പ്ലാനിങ് എല്ലാം തകർത്ത് നമുക്ക് എറിയണമെന്നും നിനക്ക് ഞാൻ രാജീവനെ സ്വന്തമാക്കി തരുമെന്നും പറയാട്ടോ ചെയ്യുന്നത് ജയ ശ്രീജയുടെ അടുക്കെ.